രണ്ടു കൂടെ തെണ്ടാൻ. എവിടെങ്കിലും പോയാ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ദേ, ഇവളുടെ പിന്നാലെ നടന്ന് നിന്റെ ജീവിതം കൂടി പാഴായി പോവും. പറഞ്ഞില്ലെന്ന് വേണ്ട. അയ്യോ, എന്താ മോളെ നിന്റെ മുഖം വാടിയിരിക്കുന്നേ? കരഞ്ഞോ നീ? എന്തിനാ അവള് സങ്കടപ്പെട്ടു പോയത്? അവക്കൊരു സങ്കടമില്ല. മമ്മി വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടുക. അത് ആ സ്കൂട്ടറിൽ നിന്ന് വന്നപ്പോഴേ കണ്ണിൽ എന്തോ ഭയങ്കരമായിട്ട് പൊടി വീണു, അതിന്റെ ആയിരിക്കും. ഇതെവിടുന്ന് ഈ സമ്മാനങ്ങളൊക്കെ? ഇതൊക്കെ ആരാ കൊണ്ടുവന്നേ? അതൊക്കെ പറയാം. അതിനു മുൻപ് എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ പിന്നെ അമരാവതി പോയിരുന്നോ? എടി, പണവും സ്വാധീനവും ഉള്ളവരോട് ശത്രുത ഉണ്ടാക്കിയ എന്താ സംഭവിക്കാന്ന് അറിയോ നിനക്ക്? പാവങ്ങളാണെന്ന് കരുതി നമ്മൾ എന്തിനാ മമ്മി പണക്കാരെ പേടിച്ച് ജീവിക്കുന്നത്? എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല. മമ്മി പേടിക്കണ്ട. അതിന്റെ പേരിൽ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവാൻ പോകുന്നില്ല. ഭൂകമ്പം ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ഞാനും നിന്റെ അച്ഛനും പോലീസ് സ്റ്റേഷനിൽ കിടന്നേനെ. പോലീസ് സ്റ്റേഷനിലോ? അതെ, ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ പോലീസിനെ കൊണ്ട് അമരാവതിയിലെ മൂത്ത മരുമോൾ ഇവിടെ വന്നിരുന്നു. മോഷ്ടിച്ചെന്നോ? ആരെന്ത് മോഷ്ടിച്ചെന്നായി പറയുന്നത്? സ്വർണവളകൾ. നിന്റെ അച്ഛനും ഞാനും ചെയ്ത കുറ്റം. അല്ലാതെന്താ, അനുഭവിച്ചല്ലേ പറ്റൂ. മമ്മി എന്തൊക്കെയാ പറയുന്നേ? അതേടി, നിന്നെ ജനിപ്പിച്ചത് നിന്റെ അച്ഛൻ ചെയ്ത തെറ്റ്, വളർത്തിയത് ഞാൻ ചെയ്ത തെറ്റ്. അതിനുള്ള ശിക്ഷയാ ഞങ്ങൾ അനുഭവിക്കുന്നത്. ഇത് ഞാൻ ക്ഷമിക്കില്ല മമ്മി. ഇപ്പൊ തന്നെ ഹിറ്റ്ലറിന്റെ കൊട്ടാരത്തിൽ പോയി ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. നിക്കടി, വെറുതെ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടി ബഹളം വെക്കാനല്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റില്ല. പറ്റും മമ്മി. അങ്ങനെ നിങ്ങളെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാനും മാത്രം നിങ്ങൾ ചെയ്ത തെറ്റെന്താന്ന് എനിക്കൂടെ ഒന്ന് അറിയണമല്ലോ. അങ്ങനെ ഇപ്പൊ നീ എങ്ങോട്ടും പോണ്ട. ആ പെണ്ണിനുള്ള മറുപടി അയാള് തന്നെ ഇവിടെ വന്നു കൊടുത്തു. ആര്? ആ ഹിറ്റ്ലറെ. അല്ലതാരാ? പോകും മുമ്പ് ചെയ്ത തെറ്റിന് ഈ അമ്മയോടും അച്ഛനോടും ക്ഷമ പറഞ്ഞിട്ട് വേണം പോകാൻ. എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചു. അതിന് നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ ക്ഷമ ചോദിക്കുന്നു. സോറി. എന്റെ കൃഷ്ണ, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അത് മാത്രമല്ല, അയാള് തന്നെ എന്നോടും നിന്റെ അച്ഛനോടും സംഭവിച്ചതിനെല്ലാം ക്ഷമ പറയുകയും ചെയ്തു. വെറുതെ ആയിരിക്കില്ല. ഈ ആശാലതയുടെ തനി സ്വഭാവം എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി കാണും. എന്നിട്ടേ നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് ദേ ഈ സമ്മാനങ്ങളും തന്നു. ഇതൊക്കെ ഹിറ്റ്ലർ കൊണ്ടുവന്ന സമ്മാനങ്ങളാണോ? ഈശ്വരാ, അയാൾക്ക് എന്താ പറ്റിയത്? ഹിറ്റ്ലർ സോറി പറയാ, സമ്മാനങ്ങൾ കൊണ്ടുവരിക. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. പിന്നെ അല്ലാതെ എല്ലാരും നിന്നെ പോലെയാണെന്ന് കരുതിയോ? കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ അയാൾ ആ വിഷം തിരിച്ചെടുപ്പിച്ചു. എന്ത്? അത്രയ്ക്ക് നാണം കെട്ടിട്ടാ ആ മരുമോള് പെണ്ണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ആ വീട്ടിൽ ഇത്തിരി മനുഷ്യപ്പറ്റുള്ളത് അയാൾക്ക് മാത്രം. നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിന്റെ ജീവിതം. നീ ചോദിക്കുന്ന എന്തും ഞാൻ തരും. നീ എന്നെ വിവാഹം കഴിക്കണം. നല്ല ഗംഭീര നാടകം. എന്റെ മുമ്പിൽ അത് വർക്കൗട്ട് ആവാതെ വന്നപ്പോ അയാൾ അത് ഇവിടെ വർക്കൗട്ട് ആക്കാൻ നോക്കിയതാ. അത് ബുദ്ധി കാണിച്ച് മിടുക്കനാക്കാനുള്ള അയാളുടെ അഭിനയം കൊള്ളാം. എന്താ, നീ വല്ലതും പറഞ്ഞോ? എന്റെ പൊന്നു മമ്മി അയാളെ വിശ്വസിക്കല്ലേ. പലപ്പോഴായിട്ട് ഞാൻ അയാളെ അപമാനിച്ചതിന് പകരം തീർക്കാൻ മരുമകളെ പോലീസിനെയും കൂട്ടി അയച്ചു.
പിന്നാലെ രക്ഷകനെ പോലെ അയാള് തന്നെ വന്നങ്ങ് അവതരിച്ചു. നല്ല പിള്ള ചമഞ്ഞു. അതാ സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞിട്ട് അയാൾക്ക് എന്ത് കിട്ടാനാ? തക്ക സമയത്ത് അയാൾ വന്ന് രക്ഷിച്ചോണ്ട് ഞങ്ങളുടെ അഭിമാനം പോയില്ല. ദേ, നടന്നതൊക്കെ നടന്നു. ഇതോടെ നിർത്തിക്കോണം നിന്റെ അഹങ്കാരം. ഇനിയും പ്രശ്നം വഷളാക്കാൻ നോക്കരുത്. എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. മമ്മി, ഹിറ്റ്ലറെ, നിങ്ങൾ എത്ര നല്ലവനായിട്ട് അഭിനയിച്ചാലും നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്നെ അടിമയാക്കാൻ ഹിറ്റ്ലറിനി 7 ജന്മം കൂടി ജനിക്കണം. ഈ നമ്പറിനുള്ള മറുപടി ഞാൻ ഉടനടി തരുന്നുണ്ട്. തെറ്റ് സംഭവിച്ചത് നമ്മുടെ ഭാഗത്തുനിന്നാ. ഇത്തിരി വൈകിയാണെങ്കിലും എനിക്കത് ബോധ്യായി. അതുകൊണ്ടാ ഞാൻ നേരിട്ട് പോയി ക്ഷമ പറഞ്ഞത്. എന്തെങ്ങനെ തുറച്ചു നോക്കുന്നേ? മനസ്സിലായില്ലേ? നീ എന്നെ വിളിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ആഹാ, അത് കൊള്ളാലോ. പക്ഷേ തനിക്ക് എന്നെ പറ്റി ഒരു ചുക്കും അറിയത്തില്ല. നിന്നെ കുറിച്ച് അധികം അറിയാൻ എനിക്കും ആഗ്രഹമില്ല. നിനക്ക് എന്താ അറിയേണ്ടത്? എന്തിനാ നീ ഇപ്പൊ വിളിച്ചത്? അത് പറഞ്ഞിട്ട് ഫോൺ വെക്കാൻ നോക്ക്. അങ്ങനെ അങ്ങ് പെട്ടെന്ന് വെച്ചാലോ? എനിക്ക് പറയാനുള്ളത് മുഴുവൻ താൻ കേൾക്കണം. തന്നെ ഞാൻ കേൾപ്പിക്കും, എന്നിട്ടേ ഞാൻ ഫോൺ വയ്ക്കും. അതിനിടയ്ക്ക് എങ്ങാനും നിങ്ങൾ എന്റെ ഫോൺ കട്ട് ചെയ്താ അവിടെ വന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ വിളിച്ചു പറയും, നിങ്ങൾ എന്നോട് കാണിച്ച ചീപ്പ് പരിപാടി. ഞാൻ നിന്നോട് എന്ത് ചെയ്തു എന്നാ നീ പറയുന്നത്? നിങ്ങളോട് ആരാ പറഞ്ഞത് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സമ്മാനങ്ങൾ കൊടുക്കാൻ? ഇതൊക്കെ എന്നെ വളയ്ക്കാൻ വേണ്ടിയുള്ള തന്റെ പുതിയ നമ്പറാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നടക്കില്ല മോനെ, ഇതേ ആള് വേറെയാ. ഞാൻ നിന്നെ വളയ്ക്കാൻ നോക്കിയെന്നോ? അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ആഹാ, നോക്കിയില്ലല്ലേ? പിന്നെ എന്തിനാണ് ഹേ എന്റെ പേരിൽ തന്റെ സ്വത്തുക്കളെല്ലാം എഴുതി തരാന്നും അതിനു പകരം ഞാൻ തന്നെ കെട്ടണമെന്നും താൻ പറഞ്ഞത്? പ്രാവിന് തീറ്റയിട്ട് കൊടുക്കുന്നത് പോലെ എന്റെ വീട്ടുകാർക്ക് കൊണ്ടുവന്ന കുറെ സമ്മാനങ്ങൾ അങ്ങ് കൊടുത്താ ഞാൻ തന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുമെന്ന് വിചാരിച്ചോ? താൻ എന്തൊരു മണ്ടനാടോ ഹിറ്റ്ലറെ. അതിനുവേണ്ടിയല്ല ഞാൻ ആ സമ്മാനങ്ങൾ കൊണ്ടുവന്നത്. തെറ്റ് ചെയ്താൽ അതിന് ക്ഷമ പറയുന്നതും അവർക്ക് സമ്മാനങ്ങളോ പാരിതോഷികമോ നൽകി ബഹുമാനിക്കുന്നതും അമരാവതിക്കാരുടെ പാരമ്പര്യമാണ്. ഓ, അപ്പോ ഇതുവരെ ചെയ്തതൊക്കെ തെറ്റാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു അല്ലേ? പക്ഷേ ആവശ്യമില്ലാതെ സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതേ ഞങ്ങളുടെ കുടുംബക്കാർക്ക് തീരെ ശീലമില്ല. അതാര് തന്നാലും എന്റെ വീട്ടുകാരുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് എന്നെ കൊടുക്കാനുള്ള തന്റെ ബുദ്ധി ഞാൻ തകർത്ത് കളയും. ദാ ഇതുപോലെ. കണ്ടില്ലേ നിങ്ങളുടെ ബുദ്ധി ഉടഞ്ഞ് ചിതറി കിടക്കുന്നത്? ഇനിയും കാണണോ? കാണിച്ചുതരാം. ദാ പണം കൊടുത്തും സമ്മാനങ്ങൾ കൊടുത്തും വാങ്ങാൻ കഴിയുന്നതല്ല പെണ്ണിന്റെ മനസ്സും ജീവിതവും ഇപ്പൊ നന്നായിട്ട് ബോധ്യായില്ലേ? പിന്നെ എന്റെ വീട്ടിൽ പോലീസിനെയും കൊണ്ടുവന്ന നിങ്ങളുടെ മരുമകൾക്ക് കൊടുക്കേണ്ട മരുന്ന് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ അവൾക്ക് അങ്ങ് അമരാവതിയിൽ വന്ന് നേരിട്ട് കൊടുത്തോളാം. താൻ ഇനി എന്റെ വീടിന്റെ മുമ്പിൽ വന്നിരുന്നു
ഒരു 100 തപസ് ചെയ്താലും മൂത്ത് നരച്ചാലും ഞാനും നിങ്ങളും തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കില്ല. നടക്കും. ഞാനും നീയും തമ്മിലുള്ള വിവാഹം ഞാൻ തീരുമാനിക്കുന്നത് പോലെ തന്നെ നടക്കും. എന്താ ഭീഷണിപ്പെടുത്തി എന്നെ കല്യാണം കഴിക്കാന്നാണോ തന്റെ വിചാരം? എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ തീരുമാനിച്ചതെല്ലാം നടന്നിട്ടുണ്ട്. അസാധ്യമായതൊന്നും ഇന്നുവരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ തമ്മിലുള്ള വിവാഹവും നടന്നിരിക്കും. അത് നിങ്ങളുടെ കാര്യം. പക്ഷെ ഈ ജ്യോതി നോ എന്ന് പറഞ്ഞിട്ടുള്ളതൊന്നും ഇന്ന് വരെ എന്റെ 7 അയലത്ത് വരാൻ സമ്മതിച്ചിട്ടില്ല ഞാൻ. എന്നെ പോലൊരു പെണ്ണിനെ നിങ്ങൾ ഈ ജന്മത്ത് കണ്ടു കാണില്ല. അത് തനിക്ക് മനസ്സിലാവാൻ പോകുന്നതേ ഉള്ളൂ. മരിക്കേണ്ടി വന്നാലും തന്നെ കല്യാണം കഴിക്കാൻ എന്നെ കിട്ടില്ല. കേട്ടോ ഹിറ്റ്ലറെ? ചേച്ചി ഒന്ന് വേഗം കൊണ്ടുവാ. ഇങ്ങോട്ട് വെക്കേ. മമ്മി കാണുന്നതിന് മുമ്പേ ഇവിടുന്ന് ഇതൊക്കെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ പിന്നെ ഒന്നും കൊണ്ടുപോകാൻ മമ്മി സമ്മതിക്കില്ല. കുളി കഴിഞ്ഞിറങ്ങുമ്പോ ലതേച്ചി ആദ്യം നോക്കുന്നത് ഈ സമ്മാന പൊതികളാ. കാണാതെ വന്നാൽ ഇത് മതി. വെറുതെ എന്നെ വഴക്ക് പറയിപ്പിക്കല്ലേ മോളെ. മമ്മി വഴക്ക് പറയുന്നതൊക്കെ സഹിക്കാം. പക്ഷേ ഈ സമ്മാന പൊതികൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആ മോള് പറഞ്ഞത് ശരിയാ. അങ്ങനെ നമ്മൾ അപമാനിച്ചവരുടെ ഒരു സമ്മാനവും നമുക്ക് വേണ്ട. അതുകൊണ്ട് മാത്രമല്ല ഞാനിത് തിരിച്ചു കൊടുക്കാൻ പോകുന്നത്. പിന്നെ അതൊക്കെ പിന്നെ പറയാം. അപ്പൊ ശരി ചേച്ചി, ഞാനെന്നാ പോട്ടെ. ആ പറ മോളെ, അയാള് നിന്നെ വല്ലതും പറഞ്ഞോ? പറഞ്ഞിരുന്നെങ്കി മുഖത്ത് നോക്കി ഞാൻ അതിനുള്ള മറുപടി കൊടുത്തേനെ. പക്ഷേ അയാളുടെ രോഗം അതല്ലല്ലോ. രോഗോ? അതെന്ത് രോഗം? ഒന്നുമില്ല ചേച്ചി, ഞാനേ പോയിട്ട് വരാം. ആ ഒന്ന് നില്ല് മോളെ, എന്തോ രഹസ്യമുണ്ടല്ലോ, എന്നോട് പറ. അയാൾക്കിപ്പോ എന്നെ കെട്ടിയേ തീരൂന്ന് മനസ്സിലായോ? അയാൾ അങ്ങനെ പറയോ? ആർക്കറിയാം. ജ്യോതി മോൾ എങ്ങോട്ടാ പോയെ? ആ സമ്മാനം തിരികെ കൊണ്ടു കൊടുക്കാൻ. വേണ്ട വേണ്ടെന്ന് ഞാൻ ആവുന്നതും പറഞ്ഞതാ. പക്ഷെ കേക്കണ്ടേ? അതെങ്ങനാ? വാശി പിടിച്ചാ പിന്നെ ചെയ്തിട്ടല്ലേ അടങ്ങൂ. അത് വേണ്ടായിരുന്നു. തൽക്കാലം നീ ഇത് ആശാലതയോട് പറയാൻ നിൽക്കണ്ട കേട്ടോ. ആ ഞാനൊന്നും പറയുന്നില്ലേ, എനിക്കിവിടെ വേറെ എന്തെല്ലാം പണി കിടക്കുന്നു. സമ്മാനങ്ങൾ തിരികെ കൊണ്ടുപോയെന്ന് അറിഞ്ഞ ഒന്നുകിൽ ആശാലത ഈ വീട് തിരിച്ചു വയ്ക്കും, അല്ലെങ്കിൽ കെട്ടി തൂങ്ങിച്ചാവും. എന്താവോ എന്തോ. ഇനി എന്റെ വീടിന്റെ മുമ്പിൽ വന്നിരുന്നു ഒരു 100 തപസ് ചെയ്താലും മൂത്ത് നരച്ചാലും ഞാനും നിങ്ങളും തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കില്ല. വാട്ട് തിങ്കിങ് യു ആർ? എന്താ മോനെ കണ്ണടച്ച് ചിന്തിക്കുന്നേ? അമ്മ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിനക്കൊരു കൺഗ്രാറ്റുലേഷൻസ് പറയാനാ. യു ഡു വെരി ഗുഡ്. എന്റെ അമ്മ എന്നോട് ഇങ്ങനെ ഇംഗ്ലീഷ് പറയല്ലേ, മലയാളം മതി. ഞാനും അങ്ങനെയൊക്കെ വിചാരിക്കും, പക്ഷേ സംസാരിച്ചു വരുമ്പോഴേ വൈ ഇംഗ്ലീഷ് കം അഗൈൻ. ഈ അമ്മയുടെ ഒരു കാര്യം. ആ അതിരിക്കട്ടെ,
അമ്മ എന്താ പറയാമെന്നേ? ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയോളം. കേട്ടിട്ടില്ലേ നീ ആ പഴഞ്ചൊല്ല്? ഞാനിപ്പോഴേ അത് നേരെ കണ്ടിട്ടാ വന്നിരിക്കുന്നേ. എന്ത് ചെമ്മീൻ ചാടുന്നോ? അതെ, പക്ഷേ ആ ചെമ്മീന്റെ പേരേ മായെന്ന. ആ ജ്യോതിയുടെ വീട്ടിൽ അവള് പോയതും അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ആ പാവ അച്ഛനെയും അമ്മയും മായ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുമായിരുന്നു. എന്ത് മണ്ടത്തരം അവള് കാണിച്ചത്. ഇത് മണ്ടത്തരമല്ല, വൈരാഗ്യ ബുദ്ധിയാ. മറ്റാരിത് ചെയ്താലും മായ ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മ അവളോട് സംസാരിച്ചില്ലേ? ഇല്ല, ഞാൻ ഇതുവരെ ഒന്നും അറിഞ്ഞതായിട്ട് ഭാവിച്ചിട്ടില്ല. ആ കുട്ടിയുടെ അവക്ക് ഇത്ര ശത്രുത എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. മോനെ, അമ്മ ഒരു കാര്യം പറയട്ടെ. നീ ജ്യോതിയെ തന്നെ വിവാഹം കഴിക്കണമെന്നാ അമ്മയുടെ ആഗ്രഹം. അതൊരു പാവം കുട്ടിയാ. അതെ അമ്മേ, അവളൊരു നല്ല കുട്ടിയാ. ആ വീട്ടുകാരും നല്ലവരാ. പക്ഷേ സുപ്രിയയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോ വിശ്വാസമില്ല. എന്റെ ലിറ്റിൽ കണ്ണ, ആ ജ്യോതി കൊച്ചിനെ തന്നെ നീ അവന് ജോലിയായിട്ട് തന്നെ കൊടുക്കണേ. പ്ലീസ് കണ്ണ, എന്റെ ആഗ്രഹം സാധിച്ചു തരണേ. കൃഷ്ണ, ഗുരുവായൂരപ്പ. അയ്യോ, നേരാണോ ബാലു? അമ്മയോട് ഡി കെ അങ്ങനെ പറഞ്ഞോ? പിന്നെ പറയാതെ, എല്ലാം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. ആഹാ, അപ്പൊ അമ്മയാണ് അവളെ കല്യാണം കഴിക്കാൻ ഡി കെ നിർബന്ധിക്കുന്നത് അല്ലേ? അത് മാത്രമല്ല, ആ സമ്മാനങ്ങൾ അവൾക്ക് കൊടുത്തയച്ചതിന് പിന്നിലും അമ്മയുടെ കൈയുണ്ട്. അതെനിക്ക് നേരത്തെ സംശയം തോന്നിയതാ. അമ്മ പറയാതെ ആ സമ്മാനങ്ങളുമായി ഡി കെ ഒരിക്കലും അവിടേക്ക് പോവില്ല. ശരി, എന്നാ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. ശോ, ഇവിടെ കേട്ടത് അവിടെ പറഞ്ഞപ്പോ എന്തൊരു ആശ്വാസം. അപ്പൊ നമ്മൾ സംശയിച്ചത് വെറുതെ ആയില്ല. ഈ വീട്ടിലേക്ക് അവൾ ആദ്യം വന്നപ്പോ തന്നെ പാരമ്പര്യമായി കിട്ടിയ ആഭരണങ്ങളൊക്കെ അമ്മ അവളെ എടുത്ത് അണിയിച്ചില്ലേ? മനസ്സുകൊണ്ട് അവനെ മകന്റെ ഭാര്യയായി അമ്മ അങ്ങ് സ്വീകരിച്ചു കാണും. എന്തൊക്കെ സംഭവിച്ചാലും ഇനി ഈ അമരാവതിയുടെ പടി കയറാൻ അവളെ ഞാൻ അനുവദിക്കില്ല. മായേ, 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 മായേ. ഇവളോ? പറഞ്ഞ നാക്കെടുത്തില്ല. അതിനു മുൻപേ പൊട്ടി വീണതുപോലെ ദേ നിൽക്കുന്നു. ഇവള് മായച്ചയുടെ പേര് വിളിച്ചു കേട്ടില്ലേ? ഇവൾക്ക് ഇത്രയ്ക്ക് അഹങ്കാരോ? അവളുടെ അഹങ്കാരം ഞാൻ ഇന്ന് തീർത്തു കൊടുക്കാം. ഈ അമരാവതി വീടിനകത്ത് കയറി വന്ന് എന്റെ പേര് വിളിക്കാൻ മാത്രം വളർന്നു നീ. അമരാവതിയല്ല, ദേവലോകമായാലും എനിക്ക് ആരെയും പേടിയില്ല. നിന്നോട് 4 വർത്തമാനം പറയാൻ വേണ്ടി തന്നെ അടി ഞാൻ വന്നത്. ഇവളുടെ ധിക്കാരം കണ്ടില്ലേ? മായച്ചെ നീ എന്ന് വിളിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നിന്റെ ഈ മായേച്ച് കാണിച്ച തോന്നിയാസത്തിനെ നീ എന്ന് വിളിക്കാൻ മാത്രമല്ല, വേണ്ടി വന്ന ഇവളുടെ കരണത്തിട്ടൊന്ന് പൊട്ടിക്കാനും എനിക്ക് ധൈര്യമുണ്ട്. അഹങ്കാരി, നിന്നെ ഞാൻ... എന്റെ വീട്ടിലെ പോലീസിനെ കൊണ്ടുവരാനും മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ നിങ്ങളോട് ചെയ്തത്? എന്റെ അച്ഛനെ അമ്മയെ അപമാനിക്കാൻ ശ്രമിച്ച നിന്റെ കരണത്തൊന്ന് തരാൻ എനിക്ക് കഴിയാഞ്ഞിട്ടൊന്നുമല്ല. ഇത് നിനക്കൊരു താക്കീതാ. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ച
എന്റെ കൈയുടെ ചൂട് നീ അറിയും. ആരുടെ ബലത്തിലാ നീ കിടന്ന് നെഗളിക്കുന്നെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നിന്റെ അഹങ്കാരത്തിന് അധികം ആയുസില്ല. ഡീക്കയുടെ ഭാര്യയായിട്ട് ഈ വീട്ടിനകത്ത് കയറാൻ നിന്നെ ഞങ്ങൾ അനുവദിക്കില്ല. അയ്യോ, ഡീക്കയുടെ ഭാര്യ പദവി ആർക്ക് വേണം അങ്ങനെ ഒരു ജീവിതം? എന്നെ പോലൊരു പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടണമെങ്കിലേ ആ ഹിറ്റ്ലർ 7 ജന്മം തപസ്സിരിക്കണം. ഇതായിരിക്കുന്നു അയാളുടെ സമ്മാനങ്ങള്. മേലിൽ ഇത്തരം സമ്മാനങ്ങളും കൊണ്ട് എന്റെ വീട്ടിൽ വരരുതെന്ന് മരുമക്കള് 3 പേരും കൂടി അമ്മായച്ചനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്കണം. അതെ, പാവപ്പെട്ടവരാ ഞങ്ങള്. പക്ഷേ അച്ഛനും അമ്മയും എനിക്ക് ഈശ്വരന്മാർക്ക് തുല്യം. അവരെ ആരെങ്കിലും അപമാനിക്കാൻ ശ്രമിച്ച ഞാൻ ഇനിയും ഇതുപോലെ തന്നെ പ്രതികരിക്കും.